ഹലോ, ഈ വീഡിയോയിൽ ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസസിൽ ഡിഫൈൻ ചെയ്യുന്ന ലീനിയർ ഓപ്പറേറ്റേഴ്സും ലീനിയർ ഫങ്ഷണൽസിനെയും കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം, എപ്പോഴും ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസിനേക്കാളും സിംപ്ലർ ആണ് എന്നുള്ളത്. സിംപ്ലർ ഇൻ ദ സെൻസ് ദാറ്റ് പല കാര്യങ്ങളും വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു തിയറം ആണ് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് നോംഡ് സ്പേസസിൽ ഡിഫൈൻ ചെയ്യുന്ന ഏത് ലീനിയർ ഓപ്പറേറ്റർ എടുത്താലും അത് ബൗണ്ടഡ് ആണ്. അങ്ങനെയുള്ള ചില പ്രോപ്പർട്ടീസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസസിന് മാത്രം ഉള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇനി അതുപോലെയുള്ള ഒരു പ്രോപ്പർട്ടി ആണ് ഏത് ലീനിയർ ഓപ്പറേറ്ററും ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്ന ഏത് ലീനിയർ ഓപ്പറേറ്ററിനെയും ഒരു മെട്രിക്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിൽ മെട്രിക്സിന് ലീനിയർ ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒത്തിരി റെലവൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിൽ ഒരു ലീനിയർ ഓപ്പറേറ്ററിനെ മെട്രിക്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസസ് ആണ് ഓവർ ദ സെയിം ഫീൽഡ്. ഒരേ ഫീൽഡിൽ ഉള്ള വെക്ടർ സ്പേസസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ലീനിയർ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ടി ഫ്രം എക്സ് ടു വൈ. അപ്പോൾ എക്സും വൈയും ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയതുകൊണ്ട് അതിൻ്റെ ബേസിസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യാം. We choose a basis E is equal to E1, E2, etc. En for x and a basis B is equal to B1, B2, etc. Br for y with the vectors arranged in a definite order which we keep fixed. നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഈ ബേസിസ് എലമെന്റ്സിനെ എടുക്കാം. അത് എടുത്തതിന് ശേഷം പിന്നെ അത് ഫിക്സഡ് ആക്കി കീപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കൊരു മെട്രിക്സ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എക്സിലുള്ള ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് എടുക്കുന്നു. എക്സിലെ ഏത് എലമെന്റ് എടുത്താലും അതിന്റെ ബേസിസ് എലമെന്റ്സ് ഉപയോഗിച്ച് ഒരു യുണീക്ക് റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കും. അത് എക്സ് ഇസ് ഈക്വൽ ടു psi1 e1 പ്ലസ് എക്സെട്ര psi n en ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്ക് ഇമേജ് ഓഫ് എക്സ് അണ്ടർ ടി കണ്ടുപിടിക്കാം. അതിനെ നമ്മൾ y എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ടി ഓഫ് psi1 e1 പ്ലസ് എക്സെട്ര psi n en. ഇവിടെ നമ്മൾ ടിയുടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ psi1 t e1 പ്ലസ് എക്സെട്ര psi n t en എന്ന് കിട്ടും. ഇത് നമുക്ക് സിഗ്മ ഉപയോഗിച്ച് എഴുതാം. സിഗ്മ k ഇസ് ഈക്വൽ ടു 1 to n psi k t e k. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏതൊരു വെക്റ്റർ എക്സിൻ്റെയും ഇമേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ എക്സിൻ്റെ ബേസിസ് എലമെന്റ്സ് ആയ ഇ കെ, ആ ഇ കെയുടെ ഇമേജസ് ടി ഇ കെ കണ്ടുപിടിച്ചാൽ മതിയാകും. അതാണ് നമുക്ക് ഈ റെപ്രസെൻറ്റേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. Since the representation 1 is unique, we have the following result. The linear operator T is uniquely determined if the images yk is equal totek of the n basis vectors e1, e2, etc. en are prescribed. ഇനി ഇവിടുത്തെ y എന്ന് പറയുന്ന എലമെന്റും എക്സിന്റെ ഇമേജ് ആയ y, അതുപോലെ ഇ കെയുടെ ഇമേജ് വൈ കെ, ഇതെല്ലാം വൈയിലെ എലമെന്റ്സ് ആണ്. അപ്പോൾ ആ എലമെന്റ്സിനെല്ലാം വൈയുടെ ബേസിസ് എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുണീക്ക് റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കും. ഞാൻ വൈയുടെ യുണീക്ക് റെപ്രസെന്റേഷൻ ആയിട്ട് സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to r ഈറ്റ ജെ ബി ജെ വേർ b1, b2, etc. br is the basis for a basis for y. tek അതിൻ്റെ സ്കെയിലേഴ്സ് ആയിട്ട് ടോ ജെ കെ ബി ജെ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ടി ഇ കെ ഇസ് ഈക്വൽ ടു സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to r ടോ ജെ കെ ബി ജെ. ഓരോ ബേസിസ് എലമെന്റിന്റെ ഇമേജും നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഓരോ
ഇമേജ് എഴുതുമ്പോഴും ഓരോ സെറ്റ് ഓഫ് സ്കെയിലേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ഞാൻ 2 സഫിക്സ് ഉപയോഗിച്ച് ആ സ്കെയിലേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഇക്വേഷൻ 3a-യിൽ നിന്ന് നമുക്ക് കിട്ടുക y is equal to sigma j is equal to 1 to r eta j bj എന്നാണ്. ഇത് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് is equal to sigma k from 2. ഇക്വേഷൻ 2 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇക്വേഷൻ 2-ൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു y is equal to sigma k is equal to 1 to n psi k t e k എന്ന്. അത് രണ്ടും നമ്മൾ ഒന്നിച്ച് എഴുതുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ ഫ്രം 3a, സെക്കൻഡ് ഇക്വേഷൻ ഫ്രം 2 ഓൾറെഡി എഴുതിയിരുന്നതാണ്. ഇതിൽ ടി ഇ കെക്ക് പകരം നമുക്ക് ഇക്വേഷൻ 3b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ k, sigma psi k, then sigma 1 to r tau j k bj ടി ഇ കെക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ ഇത് രണ്ടും ഫൈനൈറ്റ് സം ആയതുകൊണ്ട് സമ്മേഷൻ ഞാൻ ഇന്റർചേഞ്ച് ചെയ്യുന്നു. സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to r, സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to n, ടോ ജെ കെ സൈ കെ ബി ജെ ബൈ ഇന്റർചേഞ്ചിങ് ദ സമ്മേഷൻ. ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ തൊട്ട് മുകളിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു സിഗ്മ ജെ ഇസ് ഈക്വൽ ടു 1 to r ഈറ്റ ജെ ബി ജെ ആണ്. ബി ജെയുടെ സ്കെയിലേഴ്സ് ആയിട്ട് ഈറ്റ ജെ വന്നിരിക്കുന്നു. ഇപ്പോൾ ബി ജെയുടെ സ്കെയിലർ ആയിട്ട് ഒരു സിഗ്മ, ഒരു സമ്മേഷൻ ആണ് വന്നിരിക്കുന്നത്. സിഗ്മ കെ ഈക്വൽ ടു 1 to n ടോ ജെ കെ സൈ കെ. ബി ജെസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് വൈക്ക് ബി ജെസ് ഉപയോഗിച്ച് ഒരു യുണീക്ക് റെപ്രസെന്റേഷനേ പാടുള്ളൂ. അപ്പോൾ ഈ രണ്ട് റെപ്രസെന്റേഷനും സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതിയ സ്കെയിലറായ ഈറ്റ ജെ മസ്റ്റ് ബി ഈക്വൽ ടു ദിസ് സ്കെയിലർ, ദാറ്റ് ഈസ് സിഗ്മ കെ ഈക്വൽ ടു 1 to n ടോ ജെ കെ സൈ കെ ഫോർ ജെ ഇസ് ഈക്വൽ ടു 1 to r. ഇത് നമുക്ക് നമ്മുടെ അടുത്ത റിസൾട്ട് ആണ് തരിക. റിസൾട്ട് ഇതാണ്. നമുക്ക് y ഇസ് ഈക്വൽ ടു ടി എക്സ് അത് കണ്ടുപിടിക്കണമെങ്കിൽ ടി എക്സിനെ നമുക്ക് സിഗ്മ ഈറ്റ ജെ ബി ജെ എന്ന് എഴുതാം. വേർ എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ സൈ കെ ഇ കെ. ഈ ടി എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സിഗ്മ അറിഞ്ഞാൽ മതി. ആ സിഗ്മയിലുള്ള ബി ജെസ് എന്ന് പറയുന്നത് വൈയുടെ ബേസിസ് എലമെന്റ്സ് ആണ്. സ്കെയിലേഴ്സ് ആയ ഈറ്റ ജെ എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4-ൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഈ ഇക്വേഷൻ 4-ലുള്ള കോഎഫിഷ്യൻസ്, അതായത് ടോ ജെ കെ, അതിനെയാണ് നമ്മൾ മെട്രിക്സ് ഓഫ് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ഇ ആൻഡ് ബി. ഇ ഈസ് ദ ബേസിസ് ഫോർ എക്സ് ആൻഡ് ബി ഈസ് ദ ബേസിസ് ഫോർ വൈ. അത് 6 റോസും n കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ എക്സിന്റെ ബേസിസ് ബി, വൈയുടെ ബേസിസ് ബി, ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതിലെ എലമെന്റ്സും ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ, ആ ഓർഡർ ഏതാകണം എന്നുള്ളത് നമുക്ക് ആർബിട്രറിലി ചൂസ് ചെയ്യാം. വൺസ് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഫിക്സഡ് ആക്കി കീപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ടി ഇ ബി എന്ന് പറയുന്ന മെട്രിക്സ് യുണീക്ക് ആയിരിക്കും, കറസ്പോണ്ടിങ് ടു എ ലീനിയർ ഓപ്പറേറ്റർ. അത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആ കേസിൽ നമുക്ക് പറയാം the matrix TEB represents the operator T with respect to those bases E and B. ഇനി ഇക്വേഷൻ 4, അതായത് ഇതാണ് ഇക്വേഷൻ. ഈറ്റ ജെ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n ടോ ജെ കെ സൈ കെ. ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് 6 ഇക്വേഷൻസും എഴുതുകയാണ് എങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ജെ ഇസ് ഈക്വൽ ടു 1 നമുക്ക് കിട്ടുക ഈറ്റ 1 ഇസ് ഈക്വൽ ടു ടോ 1 1 psi 1 പ്ലസ് ടോ 1 2 psi 2 പ്ലസ് എക്സെട്ര. സോ ടോ 1 n psi n എന്നാണ്. j ഇസ് ഈക്വൽ ടു 2 ആകുമ്പോൾ ഈറ്റ 2 ഇസ് ഈക്വൽ ടു ടോ 2 1 psi 1 പ്ലസ് ടോ 2 2 psi 2 പ്ലസ് എക്സെട്ര ടോ 2 n psi n എന്ന് കിട്ടും. എക്സെട്ര. j ഇസ് ഈക്വൽ ടു r ആകുമ്പോൾ
eta r is equal to tau r1 psi1 plus tau r2 psi2 plus etc. tau rn psi n. ഇതിനെ നമുക്കൊരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് eta1, eta2, etc. eta r എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സ് is equal to tau11, tau12, etc. tau1n, tau21, tau22, etc. tau2n, etc. tau r1, tau r2, etc. tau rn into psi1, psi2, etc. psi n. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അതാണ് tau11 psi1 പ്ലസ് tau12 psi2 പ്ലസ് എക്സെട്ര tau1n psi n. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എനിക്ക് ഇതുപോലെ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. എന്ന് പറഞ്ഞാൽ y tilde is equal to y tilde എന്ന് പറഞ്ഞാൽ അത് eta1, eta2, etc. eta r എന്ന് പറയുന്ന കോളം വെക്റ്റർ ആണ്. y tilde is equal to TEB into x tilde, where x tilde is equal to psi1, psi2, etc. psi n is the column vector. അതുപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ 3b നമുക്കൊന്ന് നോക്കാം. യെസ്, ഇക്വേഷൻ 3b ഇതാണ്. TEK is equal to sigma j is equal to 1 to r tau jk bg. K is equal to 1 ആകുമ്പോൾ TE1 is equal to tau11 b1 plus tau21 b2 plus etc. tau r1 b1. അങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. Yes, TE1 is equal to tau11 b1 plus tau12 b2 plus etc. tau r1 br. Second equation TE2 is equal to tau12 b1 plus tau22 b2 plus etc. tau r2 br. Last equation നമുക്ക് n വെക്ടേഴ്സ് ആണ് എക്സിന്റെ ബേസിസിലുള്ളത്. അപ്പോൾ TEN is equal to tau1n b1 plus tau2n b2 plus etc. tau rn br. ഇതും നേരത്തേതുപോലെ നമുക്ക് ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. TE1, TE2, etc. TEN is equal to tau11, tau21, etc. tau r1, tau12, tau22, etc. tau r2, tau1n, tau2n, etc. tau rn into b1, b2, etc. br. ഇവിടെ നേരത്തെ എഴുതിയ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ TE is the column vector with the components TE1, etc. TEN. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോളം മെട്രിക്സിന് നമ്മൾ B എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ TE is equal to TEB ട്രാൻസ്പോസ്. TEB ട്രാൻസ്പോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് TEB എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് റോ കോളം ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അപ്പൊ TEB ട്രാൻസ്പോസ് ഇൻറ്റു B എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ ഒരു ലീനിയർ ഓപ്പറേറ്റർ T എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് മെട്രിക്സ് ഉണ്ടായിരിക്കും. ഈ Tനെ റെപ്രസെന്റ് ചെയ്യുന്നത് with respect to a given basis for x and a given basis for y. അവിടെ ബേസിസ് എലമെന്റ്സ് ഒരു ഫിക്സഡ് ഓർഡറിലാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന് അസ്യൂം ചെയ്യണം. നമ്മൾ ഓൾറെഡി പ്രീവിയസ് സെക്ഷനിൽ പഠിച്ചതാണ്. ഏത് മെട്രിക്സ് വിത്ത് r റോസ് ആൻഡ് n കോളംസ് എടുത്താൽ അത് Rnൽ നിന്ന് Rൽ നിന്ന് Rnലേക്കുള്ള ഒരു ലീനിയർ ഓപ്പറേറ്ററിനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുമാണ്. ഒരു നോട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു എക്സ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വിത്ത് ബേസിസ് E1, E2, etc. En ആണ് എന്ന് വിചാരിക്കുക. അതിന്റെ ആൾജിബ്രൈക് ഡ്യൂയൽ ആണ് x സ്റ്റാർ.
That is, x star is the set of all linear functionals on x. അപ്പോൾ x സ്റ്റാറിലെ ഒരു ഫങ്ഷണൽ ഒരു എലമെന്റ് f എടുത്താൽ ആ f ഒരു ലീനിയർ ഫങ്ഷണൽ ഓൺ x ആയിരിക്കും. ഇനി ക്യാപിറ്റൽ എക്സിലുള്ള ഏതൊരു എലമെന്റ് എടുത്താലും അതിനെ ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. psi1 e1 പ്ലസ് എക്സെട്ര psi n en. ദെൻ ലീനിയർ ഫങ്ഷണൽ f ഞാൻ അപ്ലൈ ചെയ്യുന്നു. എഫിന്റെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുന്നു. psi1 f of e1 പ്ലസ് psi2 f of e2 പ്ലസ് എക്സെട്ര psi n f of en. ഈ f of en, f of e2 എക്സെട്ര f of en അതിന് നമ്മൾ ആൽഫ ജെ എന്ന് പേര് കൊടുക്കുക. അപ്പോൾ f of x is equal to sigma j is equal to 1 to n psi j alpha j എന്ന് വരും. ഈ f of e1 എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ആണ്, അതുകൊണ്ട് അതിനെ ആൽഫ ജെ എന്ന് ഡിനോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ബേസിസ് എലമെന്റ്സിന്റെ ഇമേജസ് അറിയാമെങ്കിൽ, അതായത് ആൽഫ ജെയുടെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഏതൊരു എലമെന്റ് എക്സിന്റെയും ഇമേജ് കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് എഫ് ഈസ് യുണീക്ലി ഡിറ്റർമിൻഡ് by its values alpha j at the n basis vectors of x. അപ്പോൾ ഇവിടെ നമുക്ക് ബേസിസ് വെക്ടേഴ്സിലെ വാല്യൂസ് അറിഞ്ഞാൽ എഫ് ഡിറ്റർമിൻ ചെയ്യാം. തിരിച്ച് നമുക്ക് ഏതൊരു n tuple of സ്കെയിലാർസ് എടുത്താലും ആ സ്കെയിലാർസ് ഉപയോഗിച്ച് ഒരു ലീനിയർ ഫങ്ഷണൽ ഡിഫൈൻ ചെയ്യാം. അതാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ പറയുക. We can prove that every n tuple of scalars beta 1, beta 2, etc. beta n determines a linear functional on x. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതെല്ലാം നമ്മൾ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എക്സിന്റെ ബേസിസ് ആയിട്ട് e1, e2, എക്സെട്ര en എടുക്കുന്നു. എക്സിലുള്ള ഒരു ആർബിട്രറി എലമെന്റ് എടുക്കുന്നു. അതിന് ബേസിസ് എലമെന്റ്സിന്റെ ഒരു യുണീക്ക് റെപ്രസെന്റേഷൻ ഉണ്ട്. ഞാൻ ഈ ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര ബീറ്റ n എന്ന സ്കെയിലാർസ് ഉപയോഗിച്ച് ഒരു ഫങ്ഷണൽ എഫ് ജി ഡിഫൈൻ ചെയ്യുകയാണ്. ജി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു psi1 ബീറ്റ 1 പ്ലസ് എക്സെട്ര psi n ബീറ്റ n. എക്സിന്റെ യുണീക്ക് റെപ്രസെന്റേഷനിൽ വരുന്ന സ്കെയിലാർസ്, നമ്മൾ എടുത്തിരിക്കുന്ന സ്കെയിലാർസ് അത് കറസ്പോണ്ടിംഗ്ലി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. സ്കെയിലാർസിന്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ജി ഓഫ് എക്സ് ഒരു സ്കെയിലാർ ആണ്, അതുകൊണ്ട് തന്നെ ജി ഒരു ഫങ്ഷണൽ ആണ്. നെക്സ്റ്റ്, ജി ഒരു ലീനിയർ ഫങ്ഷണൽ ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് നമ്മുടെ ബേസിസ് എലമെന്റ്സിന്റെ ഇമേജ് എന്തായിരിക്കും എന്ന് നോക്കാം. e1ന് ഇതുപോലെ ഒരു യുണീക്ക് റെപ്രസെന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ 1 into e1 പ്ലസ് 0 into e2 എക്സെട്ര 0 into en എന്നാണ് വരിക. അപ്പോൾ ഡെഫിനിഷൻ 3 അപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് g of e1 is equal to beta 1 എന്നാണ്. Similarly, g of e2 is equal to beta 2 and g of en is equal to beta n. എന്നാണ് കിട്ടുക. ഇനി ജി ലീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി രണ്ട് വെക്ടേഴ്സ് എക്സ് ആൻഡ് വൈ എടുക്കുന്നു. ക്യാപിറ്റൽ എക്സിൽ എലമെന്റ്സ് ആയതുകൊണ്ട് അതിന് യുണീക്ക് റെപ്രസെന്റേഷൻ ഉണ്ട്. Let it be a1 e1 plus etc. an en and y is equal to b1 e1 plus etc. bn en. രണ്ട് സ്കെയിലാർസ് എടുക്കുന്നു, ആൽഫ ആൻഡ് ബീറ്റ. അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സിനെ നമ്മൾ ആൽഫ കൊണ്ട് ഇൻഡു ചെയ്യുന്നു. e1 വരുന്ന ടേംസ് മാത്രം നമ്മൾ ക്ലബ് ചെയ്യുന്നു. അപ്പോൾ ആൽഫ a1 പ്ലസ് ബീറ്റ b1 ഇൻറ്റു e1 plus etc. alpha an plus beta bn into en. അപ്പോൾ ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈയുടെ സ്കെയിലാർസ് ആയിട്ട് വരുന്നത് ആൽഫ a1 പ്ലസ് ബീറ്റ b1 ആണ്. ദെൻ ജിയുടെ ഡെഫിനിഷൻ ഉപയോഗിച്ച് ജി ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ ഇസ് ഈക്വൽ ടു ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന ആൽഫ a1 പ്ലസ് ബീറ്റ b1 ഇൻറ്റു ബീറ്റ 1
plus etc. alpha an plus beta bn into beta n. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ആൽഫ ഇൻറ്റു a1 beta 1 plus etc. an beta n plus beta into b1 beta 1 plus etc. bn beta n. ഈ ബ്രാക്കറ്റിൽ ഉള്ളത് എക്സിന്റെ ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന സ്കെയിലേഴ്സ്, ദെൻ ബീറ്റ 1 അതിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ ഉള്ളത് g of x ആണ്, സെക്കൻഡ് ടേമിൽ g of y. ദാറ്റ് ഈസ് g of alpha x plus beta y is equal to alpha into gx plus beta into gy. Therefore g is linear. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത് ഒരു n tuple ഓഫ് സ്കെയിലേഴ്സ് എടുത്താൽ അതിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഒരു ലീനിയർ ഫങ്ഷണൽ ഡിഫൈൻ ചെയ്യാം. ഇനി ഞാൻ പർട്ടിക്കുലർ n tuples എടുക്കുകയാണ്. 1 0 0 എക്സെട്ര 0. ഈ n tuple കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ഫങ്ഷണൽ ഡിഫൈൻ ചെയ്യാം. അതിന് ഞാൻ f1 എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ f1 ഓഫ് e1 നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു, ഫങ്ഷണൽ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ ബേസിസ് എലമെന്റ്സിൽ അത് എടുക്കുക. നമ്മൾ ആ എടുത്ത n tuple ആണ്. f1 of e1 is equal to 1, f1 of e2 is equal to 0, f1 of en is equal to 0. ഇനി നെക്സ്റ്റ് n tuple എടുക്കുന്നു 0 1 എക്സെട്ര 0. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു ഫങ്ഷണൽ ലീനിയർ ഫങ്ഷണൽ f2 ഡിഫൈൻ ചെയ്യുന്നു. അത് ബേസിസ് എലമെന്റ്സിൽ എടുക്കുന്ന വാല്യൂസ് f2 of e1 is equal to 0, f2 e2 is equal to 1 etc. f2 en is equal to 0. Similarly നമ്മൾ nth n tuple 0 0 etc. 1 എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു ലീനിയർ ഫങ്ഷണൽ fn ഡിഫൈൻ ചെയ്യുന്നു. fn of e1 is equal to 0, fn of e2 is equal to 0 etc. fn of en is equal to 0. ഇങ്ങനെ നമുക്ക് n ലീനിയർ ഫങ്ഷണൽസ് കിട്ടി. ഈ ഫങ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യാം. fk ej is equal to 1 if j is equal to k and 0 if j not equal to k. അതിനെ നമ്മൾ ഡെൽറ്റ jk എന്ന് ഡിനോട്ട് ചെയ്യുന്നു. That is fk has the value 1 at the kth basis vector and 0 at the n-1 other basis vectors. ഇതിനെയാണ് നമ്മൾ ക്രോണക്കർ ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ഫങ്ഷണൽസ് അതായത് f1 f2 എക്സെട്ര fn എന്ന് പറയുന്ന ഫങ്ഷണൽസ് എക്സ് സ്റ്റാറിന്റെ ഒരു ബേസിസ് ആയിരിക്കും എന്നാണ് നമ്മൾ അടുത്ത തിയറത്തിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈ ബേസിസിനെയാണ് നമ്മൾ ഡ്യൂയൽ ബേസിസ് ഓഫ് ദ ബേസിസ് e1 e2 എക്സെട്ര en എന്ന് പറയുന്നത്. നമ്മൾ f1 f2 എക്സെട്ര fn ഡിഫൈൻ ചെയ്തത് e1 e2 എക്സെട്ര en എന്ന ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് f1 f2 എക്സെട്ര fn-നെ നമ്മൾ ഡ്യൂയൽ ബേസിസ് ഓഫ് ദ ബേസിസ് e1 e2 എക്സെട്ര en എന്ന് വിളിക്കും. നമ്മൾ അടുത്ത തിയറത്തിൽ പ്രൂവ് ചെയ്യുക ഈ ബേസിസ് എക്സ് സ്റ്റാറിന്റെ അതായത് ആൾജിബ്രൈക് ഡ്യൂയൽ സ്പേസിന്റെ ബേസിസ് ആകും എന്നാണ് പ്രൂവ് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ലെറ്റ് x be an n dimensional vector space and E is equal to E1 E2 etc. En a basis for x. Then capital F is equal to f1 etc. fn given by fk ej is equal to delta jk is equal to 0 if j not equal to k and 1 if j is equal to k is a basis for the algebraic dual x star of x and dimension of x star is equal to നമുക്ക് ഇവിടെ കിട്ടുക ഈ ബേസിസ് എലമെന്റ്സിലെ n എലമെന്റ്സ് ആണ് is equal to n which is equal to the dimension of x. നമുക്ക് ഒരു സെറ്റ് ബേസിസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ദെൻ എക്സ് സ്റ്റാറിലുള്ള ഏതൊരു എലമെന്റ് എടുത്താലും അതിനെ ഈ ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്നുകൂടെ പ്രൂവ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യലാണ്.
അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു വിച്ച് ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഈ സ്കെയിലേഴ്സ് എല്ലാം തന്നെ 0 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു ഫങ്ഷണൽ ആണ്. ഒരു ഫങ്ഷണൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഫങ്ഷണല് ഡൊമെയിനിലുള്ള എല്ലാ പോയിന്റിലും എടുക്കുന്ന വാല്യൂ 0 ആണ് എന്നാണ്. ദാറ്റ് ഈസ് β1 f1 plus etc βn fn of x is equal to 0 for all x belongs to capital X. അപ്പോൾ നമ്മൾ അഡീഷൻ ഓഫ് ഫങ്ഷണൽസ് അതിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു β1 into f1x plus etc βn into fnx is equal to 0 for all x belongs to capital X. In particular ഞാൻ x is equal to ej എടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുക β1 f1 ej plus etc βn fn ej. അതിന്റെ ഇടയ്ക്കുള്ള ഒരു ടേം ആണ് βj fj ej. ഞാൻ അത് എഴുതാൻ കാരണം ഈ സമ്മേഷനിൽ ആകെ നോൺ സീറോ ആയിട്ട് വരിക ആ ടേം മാത്രമാണ്. കാരണം fk ej is equal to 1 ആകുന്നത് j is equal to k ആകുമ്പോൾ മാത്രമാണ്. ബാക്കി എല്ലാ ടേമും 0 ആയി പോകും. അപ്പോൾ βj into 1 is equal to 0 എന്ന് കിട്ടും. That means βj equal to 0. ഇതുപോലെ നമുക്ക് e1 e2 etc en സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിംഗ്ലി നമുക്ക് കിട്ടുക β1 is equal to β2 is equal to etc βn is equal to 0 എന്നാണ്. അതായത് f1 f2 etc fn is linearly independent. അടുത്ത പോയിന്റ് ഏതൊരു ഫങ്ഷണലിനെ എടുത്താലും ഈ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ആർബിട്രറി ആയിട്ട് f belongs to x star എടുക്കുന്നു. then take any x element of capital X. x നെ നമ്മൾ xന്റെ ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നു. f അപ്ലൈ ചെയ്യുന്നു. fന്റെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുന്നു. then ഈ f of e1 f of e2 etc f of en ന് അതെല്ലാം സ്കെയിലാർ ആയതുകൊണ്ട് f ഒരു ഫങ്ഷണൽ ആയതുകൊണ്ട് ഈ വാല്യൂസ് എല്ലാം സ്കെയിലാർ ആണ്. ഞാൻ അതിന് α1 etc αn എന്ന നൊട്ടേഷൻ കൊടുക്കുന്നു. ഇനി f1 of x കണ്ടുപിടിക്കുന്നു. അഗെയിൻ എക്സിന് പകരം എക്സിന്റെ ലീനിയർ കോമ്പിനേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. f1ന്റെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾ f1ന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആകെ എക്സിസ്റ്റ് ചെയ്യുക f1 e1 മാത്രമാണ് 1 ആവുക. ബാക്കി എല്ലാം 0 ആകും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു psi1 എന്ന് കിട്ടും. സിമിലർലി f2 of x is equal to psi2 etc fn of x is equal to psi n. ഇക്വേഷൻ നമ്പർ 1ൽ psi1 etc psi n അതിനു പകരം f1x etc fnx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. then x കോമൺ ആയിട്ട് അതായത് അഡീഷൻ ഓഫ് ഫങ്ഷണൽസ് α1 f1 plus etc αn fn of x എന്ന് എഴുതാം. this is true for all x. therefore f is equal to α1 f1 plus etc αn fn. that is f can be written as the linear combination of f1 etc fn. therefore f1 f2 etc fn forms a basis for x star. Clearly there are n elements and hence the dimension of x star is equal to n. Hence the proof. Thank you.